ദേഷ്യമുള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ചുട്ടുപൊള്ളുന്ന തീക്കനൽ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും എറിയാനായിട്ട് കയ്യിൽ കൊണ്ടു നടക്കുന്നവനെ പോലെയാണ്. അവനവനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇറ്റ്സ് മീ ആസിയ, മൈൻഡ് കോച്ച് ആൻഡ് അബാക്കസ് ടീച്ചർ. വെൽക്കം ടു ദ എ ഹീലിംഗ് ഹബ് മാജിക്കൽ സ്റ്റോറീസ്. മറക്കാം, പൊറുക്കാം. നമുക്കിന്ന് ഒരു സ്റ്റോറിയിലൂടെ പഠിക്കാം. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക തന്റെ കുട്ടികളോട് പറഞ്ഞു, നമുക്കൊരു ഗെയിം കളിക്കാമെന്ന്. ആശ്ചര്യത്തോടെ, അത്യുത്സാഹത്തോടെ ആ കുട്ടികൾ ടീച്ചറോട് ചോദിച്ചു, എന്ത് ഗെയിമാണത്? ടീച്ചർ പറഞ്ഞത്, നിങ്ങൾ നാളെ വരുമ്പോൾ വീട്ടിൽ നിന്നും തക്കാളി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതെന്തിനാണ്? നിങ്ങൾ എത്ര പേര് വെറുക്കുന്നുണ്ടോ അത്രയും തക്കാളികൾ നിങ്ങൾ കൊണ്ടുവരണം. ഓരോ തക്കാളിയിലും അവരുടെ പേരും എഴുതിയിട്ടുണ്ടാവണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുട്ടികൾ സ്കൂളിൽ വന്നപ്പോൾ കിറ്റിൽ തക്കാളിയൊക്കെ ആയിട്ടാണ് വന്നത്. അതിൽ 5ഉം 6ഉം തക്കാളി കൊണ്ടുവന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾ ടീച്ചറോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളിത് 7 ദിവസം കയ്യിൽ കൊണ്ടടക്കണം. 7 ദിവസം ആകുമ്പോഴേ നമ്മുടെ ഗെയിം തീരുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾ ആ ഒരു കവറും കയ്യിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി. ആ കിറ്റ് 2-3 ദിവസം കയ്യിൽ കൊണ്ട് നടന്നപ്പോൾ ഓക്കെ. അതിനുശേഷം കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ടീച്ചറോട് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, കൊണ്ടടക്കാൻ പറ്റണില്ല, അത് ചീഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ടീച്ചർ പറഞ്ഞത്, നമ്മളുടെ ഗെയിം 7 ദിവസമാണ്, നമുക്ക് 7 ദിവസം കഴിഞ്ഞ് അത് ഗെയിം ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസമായി. കുട്ടികൾ അന്ന് വന്നിട്ട് ടീച്ചറെ ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടികളോടും ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന്. ഓരോ കുട്ടികളും അത് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. ഇതും കൊണ്ട് നടന്ന സ്ഥലത്തൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ദേഷ്യവും വിഷമവും ഒക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുത്തത്, ഇതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും വെറുക്കുമ്പോൾ അവരുടെ ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ ദുർഗന്ധമുള്ളതായി മാറുന്നുണ്ട്. അപ്പോൾ ഈ 7 ദിവസമായ തക്കാളി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ആരോടൊക്കെയുള്ള ദേഷ്യങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ദുർഗന്ധം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കുക എന്നുള്ളത് നാം പരിശീലിക്കേണ്ട ഒരു പരിശീലനമാണ്. യെസ്, നമ്മൾ നമ്മൾ പലരും ചിന്തിച്ചിട്ടുള്ളത് മാപ്പ് കൊടുക്കുക എന്നത് ഒരു ഔദാര്യം എന്നാണ്. പക്ഷെ അറിയേണ്ടത്, മാപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഫൊർഗീവ് ചെയ്യാൻ എല്ലാവരും തയ്യാറാക്കുക. ആ ഫൊർഗീവ്നെസ്സിലൂടെ ആ ഒരു സ്നേഹത്തിലേക്ക് എത്തുക. ആ സ്നേഹത്തിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.